സൗത്ത് ഇന്ത്യയിൽ വെച്ച് തന്നെ ബെസ്റ്റ് എന്ന റെപ്യൂട്ടേഷൻ ഉള്ള സ്ഥലമാണ് ശരണാലയം. ഒന്നിനും അവിടെ ഒരു കുറവുമില്ല. ദിവസവും മെഡിക്കൽ ചെക്കപ്പ്, ഓരോരുത്തരുടെയും ടേസ്റ്റ് അറിഞ്ഞിട്ട് വെജിറ്റേറിയനോ നോൺ വെജിറ്റേറിയനോ ആയിട്ടുള്ള ഭക്ഷണം. ഒന്നും വയ്യാതെ വന്നാല് അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്. അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു കോഴഞ്ചേരിക്കാരൻ ഫിലിപ്പുണ്ട്. പുള്ളിയുടെ അപ്പനും അമ്മയും അവിടെയാ. ചേട്ടൻ എപ്പോഴും പറയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ 2 സീറ്റ് റിസർവ് ചെയ്തിടാമെന്ന്. അപ്പൊ ബാംഗ്ലൂരിലെ ഫ്ലാറ്റോ? അയ്യോ, ഇപ്പോഴേ അങ്ങ് പോവാനല്ല. വയസ്സാവുമ്പോ വയസ്സന്മാരെയും വയസ്സുകളെയും മാത്രമേ അവിടെ താമസിപ്പിക്കുകയുള്ളൂ. ഓഹോ. അയ്യോ, ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇത് ജെറിയാറ്റിക് സെന്ററാ. ഓർഫണേജ് മാതിരിയുള്ള സ്ഥലമൊന്നുമല്ല. എല്ലാവർക്കും അവിടെ അങ്ങ് ചെന്ന് കയറാനൊന്നും പറ്റില്ല. ചേട്ടൻ തന്നെ അവിടെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കറസ്പോണ്ടൻസ് നടത്തി, എത്ര രൂപ ചെലവാക്കി. ആണോ? പിന്നെ ചുമ്മാതാന്നാ വിചാരം. അമ്മ ലക്കിയ, അതുകൊണ്ട് മാത്രം കിട്ടിയതാ. ഓ, ഈ ചേച്ചിയുടെ കൈകൊണ്ട് തൊട്ടാൽ എന്ത് ടേസ്റ്റാ. അവിടെ ഒരാൾ എപ്പോഴും പുകഴ്ത്തല ചേച്ചിയുടെ കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് എന്നെ ചീത്തേ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഞാനും തർക്കിക്കും. അമ്മയെ മാറ്റി താമസിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് വീട് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു, വീട് വിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ട് അമ്മയെ മാറ്റി താമസിപ്പിക്കുന്നു? ഇല്ല, എനിക്കിത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അമ്മയോട് ഇക്കാര്യം പറയുന്ന ജോലി അത് നിങ്ങൾ ആരെങ്കിലും തന്നെ അങ്ങ് ചെയ്താൽ മതി. എന്നെ കൊണ്ട് വയ്യ. എടാ, ഇനി ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് ഒരെണ്ണം. ഇനിതാ അവിടെ നിർത്തി ഒരെണ്ണം. ഇവിടെതാ അങ്ങോട്ട് നീങ്ങി നിന്നാ മതി. നല്ല സ്റ്റൈലും ബാക്ക്ഡ്രോപ്പാ. ഇങ്ങോട്ട് നിന്നേ. നല്ല അസല് ലൈറ്റും. ഇവിടെ നിന്ന് പറഞ്ഞ എടുത്താൽ അമ്മയെ കണ്ടാൽ നല്ല ഹലുവ മാതിരി ഇരിക്കും. അതൊന്നും വേണ്ട. നിന്നെ കൊണ്ട് നോക്കുമെങ്കിൽ ആ മരത്തിന്റെ കീഴെ നിർത്തി ഒരെണ്ണം എടുത്തതാ. അയ്യോ അമ്മ, അവിടെ ഷെയ്ഡ് കൂടുതലാ, തെളിച്ചം കിട്ടുകയല്ല. ഓ, അത്രയൊക്കെ തെളിച്ചാ മതി. വാ. ആ, റെഡി? ഓക്കെ. ഇനി അമ്മയുടെ ഒരു ക്ലോസപ്പ്. ഓ, ഇനിയൊന്നും വേണ്ട. അവിടെ നിന്നേ. ആ, അമ്മ എന്തിനാ കരഞ്ഞേ? കരഞ്ഞൊന്നുമല്ല, വെയിലത്ത് നിന്ന ഈയിടെ അങ്ങനെയാ, കണ്ണി വെള്ളം നിറയും. എനിക്കിവിടെ വന്നാൽ അങ്ങനെ. അച്ഛന്റെ പേരാ അമ്മ ഈ മാവിനിട്ടേക്കുന്നത്. ഓഹോ, ഒറ്റയ്ക്കിരിക്കുമ്പോ നിങ്ങളെല്ലാം കാണണമെന്ന് തോന്നും. അപ്പൊ അങ്ങനെ കാണാനാ. അതുകൊണ്ട് ഓരോ മരത്തിനും ഓരോ പേരിട്ടങ്ങ് വിളിക്കും. ആദ്യമൊക്കെ ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു പേരിട്ടിരുന്നത്. പേരിട്ട് ഒടുവിൽ അദ്ദേഹം അങ്ങ് പോയപ്പോ ഞാൻ ഇതിനാ പേരങ്ങിട്ടു. ഇത് മുറിച്ചാ എന്നെ ചുടേണ്ടത്. നിങ്ങളുടെ 3 പേരുടെയും പേരുള്ള മരങ്ങളുടെ ഇടയിൽ കൂടെ എടുത്ത് ആ പുളിയുടെ തെക്ക് മാറ്റി കുഴിയെടുത്ത് ഇത് മുറിച്ച്, അങ്ങനെയൊക്കെയാ എന്റെ മനസ്സിലെ ആഗ്രഹം. അമ്മയുടെ ആഗ്രഹം പോലെ അതൊക്കെ അങ്ങ് നടക്കും. പക്ഷെ ഓരോ തവണ വരുമ്പോഴും ഇതിങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ബോറാ. നിങ്ങൾക്ക് ഇത് ഓർത്തോണ്ടിരിക്കാൻ എവിടാ സമയം? മറന്നുപോയാലോ? എന്നാലും മരിച്ചു കഴിഞ്ഞ് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മുമ്പേ കുട്ടി പറഞ്ഞു വെക്കുന്നതാ നല്ലത്. ഭർത്താവായാലും മക്കളായാലും അവരുടെ സൗകര്യത്തിന് വിട്ടുകൊടുത്താൽ അവർക്ക് തോന്നിയതൊക്കെ കാണിക്കും.
തോറ്റു. ഒന്നാം തരം പെട്ടിയും ഡ്രസ്സും നിറച്ച് ആട്ടും ചാണകം കൊണ്ടുവന്ന് പുരട്ടുക. വേറെ ഒന്നും കിട്ടിയില്ലേ നിനക്കൊക്കെ? കാണിച്ചെന്നും പറഞ്ഞു. കുസൃതിയോ? കുസൃതിയൊന്നുമല്ല. അതിന്ന് പശുവിന്റെ കുഞ്ഞ് വിരിഞ്ഞു വരും പോലും. പശുവിന്റെ കുഞ്ഞോ? ആ, പശുവിന്റെ മുട്ടയാന്നും പറഞ്ഞ. ഇതാര് പറഞ്ഞു കൊടുത്തു? ആരാടി പറ. നേരാണോടി മോളെ? ഞാനത് സൂട്ട് കേസിൽ കൊണ്ടുവയ്ക്കാനൊന്നും പറഞ്ഞില്ല. ഓ, ഇതത്ര വലിയ കലാമറ്റി ഒന്നും ആക്കണ്ട ഇല്ല, കാര്യമില്ല. പിന്നെ പുത്തൻ ഡ്രസ്സില ചണ്ടി അഴുക്കം കൊണ്ട് തേച്ചേക്കുന്നേ. ഒന്ന് ചെന്ന് നോക്ക്. ആട്ടുംകാട്ടമല്ലേ, അതെങ്ങും പെരളുകയും പറ്റൂല. പാറ്റാവുളിയമാരെ കിടന്നോളും. പോരായെങ്കിൽ ആട്ടും പുഴുക്കാക്കി ഔഷധ ഗുണമുണ്ടെന്നും പറയാറുണ്ട് അല്ലേ മേ? അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്ത് പിള്ളേരെ വളർത്തണം. എങ്കിലല്ലേ നാളെ ഒരു പട്ടിയുടെ തീടം കൊണ്ടുവന്ന് ഡ്രസ്സിന്റെ ഇടയിൽ ഇടുള്ളൂ. എല്ലാരും ചിരിച്ചോ. ഇനി അത് മുഴുവൻ എടുത്ത് ഒന്നേന്ന് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് എന്റെ പൊന്നുമക്കള് നല്ല ഡ്രസ് ഇട്ടാ മതി. മക്കളെ ധൃതി പിടിക്കണ്ട. പശുവിന്റെ കുട്ടിയെ അമ്മൂമ്മ കാണിച്ചു തരാം. എപ്പോ? അതൊക്കെ നിങ്ങൾ പോണേന് മുമ്പ് ശരിയാക്കാൻ അമ്മൂമ്മ തള്ളപ്പശുവിനോട് പറയാം കേട്ടോ. അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് എന്തായാലും കുട്ടിയെ തരുമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. എനിക്കതങ്ങ് ഇഷ്ടമായി. സത്യത്തിൽ ആ നേരത്തെ അമ്പിയമ്മയുടെ കാല് രണ്ട് പൂവിട്ട് തൊഴാൻ തോന്നി. പിന്നെന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? മദറിലായ എപ്പോഴേ കയറി മണിയടിക്കാണെന്ന് മറ്റോ എല്ലാവർക്കും തോന്നിയാലോ? ഒന്നൂടെ വേണ്ട. കഴിഞ്ഞ വെക്കേഷൻ ആയിരുന്നു കാഞ്ഞു പോയത്. ഷീന് വരുമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ ഇങ്ങ് വന്നു. കാത്തു നൊടുവിലിതാ നാളുമാരുടെ നീട്ടിപ്പിടിച്ചൊരു കത്ത്. വരുന്നില്ല എന്ന്. എനിക്കെന്നോടെ ഒരു അരിശം. കത്ത് വന്നെന്ന് പറഞ്ഞ് പിറ്റേന്ന് സ്ഥലം വിടാൻ നോക്കൂ. അമ്മമ്മ വിടൂ. എന്തെങ്കിലും ഒക്കെ തോന്നില്ലേ? എന്നിട്ട് എന്താ ചെയ്തേ? പിറ്റേന്ന് തന്നെ സ്ഥലം വിട്ടു. ഒറ്റ മുങ്ങല്. എനിക്ക് വീട് ആ സ്റ്റൈല് കാണുമ്പോഴാ. എന്ത് സ്റ്റൈല്? പാവം കുട്ടി. എന്ത് പാവം? എന്തായി പാവം എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാ നൈസ്, അത്രേ ഉള്ളൂ. That's exactly what I'm asking. What's so nice about this? അമ്മ വിളിക്കുന്നു. അമ്മ എന്ന് പറയുമ്പോ അമ്മയോ എന്റെ അമ്മയോ? ഷിനുവിന്റെ അമ്മ. ചീത്ത പറയാനായിരിക്കും. അതെ. See her joy over the whole episode. എന്ത് ചേ? If you have some soft corner towards her, please don't try to show it's ugly in my presence. എന്നെ എവിടെയും കണ്ടില്ല എന്നൊന്ന് പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ? അങ്ങനെ പറയാം. നീ എന്താ കുട്ടി വിചാരിച്ചിരിക്കുന്നേ? അവൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ അസലായിട്ട് മനസ്സിലാവും. പിന്നെ പ്രീ ഡിഗ്രി പാസ്സായിരിക്കുന്ന പെണ്ണ. SSLC വരെ പഠിച്ച അമ്മമാരുടെ ഗവൺമെന്റില. എന്നേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. നല്ല ചേസ്റ്റ് ഇംഗ്ലീഷ്. കള്ളം. കള്ളമല്ല. ഏയ്, Ammini, could you follow us? Could you follow what we were talking? Yes, I could. Everything? Every word. ദൈവമേ, ഞാനും മീനും കൂടെ എന്തൊക്കെയാ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുന്നേ? അങ്ങനെ ചോദിച്ചാലിപ്പോ എന്തിനാ നമ്മളെല്ലായി കിടന്ന് കഷ്ടപ്പെടുന്നത്? സ്വന്തം കുട്ടികളെ നല്ല നിലയിലാക്കി എടുക്കാൻ. നല്ല രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വേണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ എന്റെ പ്രോഗ്രാം പറയുക. ഫ്ലാറ്റ് ശരിയായാലുടനെ ബിന്ദു കുട്ടികളെയും കൊണ്ടിഞ്ഞു പോരും, അവളുടെ ജോലിയും കളഞ്ഞിട്ട്. എനിക്കും ഏറിയാൽ 1-2 കൊല്ലത്തിനുള്ളിൽ പോരേണ്ടി വരും. ബാംഗ്ലൂരിലാണെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ലൈനും തുടങ്ങി സ്വസ്ഥമായിട്ടിരിക്കാം. ഇവിടെ ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ലൈനൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് കഴിയാം. അപ്പൊ പിള്ളേരെ പഠിത്തം? ഞാനും നീയും ഒക്കെ പഠിച്ച സ്കൂളുകൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അതും കുറെ കൂടെ ബെറ്റർ കണ്ടീഷനിൽ. ചേട്ടൻ എത്ര സില്ലിയായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങിയാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ചേട്ടന്റെ കുട്ടികളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാത്ത എന്താ? അവരുടെ തള്ളയ്ക്കും തന്തയ്ക്കും ജോലി ബോംബെയിലായതുകൊണ്ട്. എന്നാൽ ഈ പിള്ളേരുടെ തന്തയും തള്ളയും ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യമില്ല. പിന്നെ നമ്മുടെ കാലത്തെ പഠിത്തമല്ല ഇപ്പോഴത്തെ പഠിത്തം. കോമ്പറ്റീഷന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. നിനക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോണം. എനിക്കാകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. അമ്മയുടെ പിറന്നാൾ കഴിയുന്നത് വരെ ഇക്കാര്യം ആരും എടുത്തിടാതെ ഒന്ന് നോക്കിയാൽ തരക്കെടില്ല. അതുവരെയെങ്കിലും അവരൊന്ന് ഹാപ്പി ആയിട്ട് നടന്നോട്ടെ. ഇന്നലെയും കൂടെ എന്നോട് പറയായിരുന്നു, എല്ലാരും കൂടെ ഒത്തുകൂടിയ ഇതുപോലൊരു പിറന്നാള് 6-7 കൊല്ലം മുമ്പായിരുന്നത്.
Hey, Shinu. What, man? Hi. കിടന്ന് ഉറങ്ങേയില്ല, മറ്റുള്ളവർ ഉറങ്ങായിട്ട് സമ്മതിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മൂമ്മയുടെ പിറന്നാളിന് മുമ്പ് അവള് ക്രാവിനെ തരുമെന്ന്. അവക്കറിയാം. പശുവിന്റെ കുട്ടി എനിക്ക് തുടരുത് തുടരുത്, എനിക്ക് വേണം കുഞ്ഞാ. അമ്മമ്മ കാണിച്ചു തരാം. വാ, കണ്ടോ കുഞ്ഞുവാവ പാല് കുടിക്കുന്നത് കണ്ട.